മണ്ണ് അത് വെറും ഒരു സമ്പാദ്യമല്ല, മറിച്ച് ഓരോ മനുഷ്യന്റെയും ആത്മാഭിമാനത്തിന്റെയും അതിജീവനത്തിന്റെയും അടയാളമാണ്. തലമുറകളായി അധ്വാനിച്ച മണ്ണിൽ ഒരവകാശവുമില്ലാതെ കഴിഞ്ഞിരുന്ന പതിനായിരക്കണക്കിന് മനുഷ്യർക്ക് ഇന്ന് ആശ്വാസത്തിന്റെ ദിനങ്ങൾ സമ്മാനിച്ചിരിക്കുകയാണ് കേരള സർക്കാർ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് കേരളത്തിൽ ഭൂമിയുടെ ഉടമകളായി മാറുന്നത്. പട്ടയ വിതരണത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. 2021 മുതൽ 2026 വരെയുള്ള കാലയളവിൽ മാത്രം ഏകദേശം 2,80,000 കുടുംബങ്ങൾക്കാണ് പട്ടയം ലഭിച്ചത്. 2016 മുതലുള്ള കണക്കെടുത്താൽ ഇത് 4.5 ലക്ഷത്തിലധികം വരും. ഭരണപരമായ നൂലാമാലകൾ അഴിച്ചുവെച്ച് ചുവപ്പ് നാടകൾ മാറ്റി നിർത്തിക്കൊണ്ട് അർഹരായവർക്ക് ഭൂമിയുടെ രേഖകൾ എത്തിക്കാൻ ഈ സർക്കാരിന് സാധിച്ചു. റവന്യൂ വകുപ്പിന്റെ തീവ്ര യത്നത്തിലൂടെ താലൂക്ക് തലത്തിലും വില്ലേജ് തലത്തിലും നടന്ന അദാലത്തുകൾ സാധാരണക്കാരന്റെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകി. സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ളവർക്ക് കൈത്താങ്ങാകുക എന്നതായിരുന്നു ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. വനഭൂമിയിൽ വർഷങ്ങളായി താമസിക്കുന്ന 6000-ലധികം കുടുംബങ്ങൾക്ക് വനഭൂമി പട്ടയം നൽകിക്കൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ലക്ഷം വീട് കോളനികളിലും ഹരിജൻ കോളനികളിലും താമസിക്കുന്നവർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉറപ്പാക്കാൻ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചു. ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കും മുൻഗണന നൽകിക്കൊണ്ട് ഭൂരഹിതരില്ലാത്ത കേരളം എന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ് സംസ്ഥാനം ചുവടുവെക്കുന്നത്. പട്ടയം കേവലം ഒരു കടലാസ കഷ്ണമല്ല, അത് വികസനത്തിന്റെ താക്കോലാണ്. പട്ടയം ലഭിച്ചതോടെ ബാങ്ക് വായ്പകൾക്കും സർക്കാർ ആനുകൂല്യങ്ങൾക്കും ഇവർ അർഹരായി മാറി. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ സ്വന്തമായി വീട് നിർമ്മിക്കാനുള്ള അനുമതി ലഭിച്ചതോടെ 10,000-കണക്കിന് പാവപ്പെട്ടവരുടെ അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. ഡിജിറ്റൽ സർവേയിലൂടെ ഭൂമി സംബന്ധമായ സേവനങ്ങൾ വിരൽ തുമ്പിലെത്തിച്ച സർക്കാർ വരും തലമുറയ്ക്ക് തർക്കങ്ങളില്ലാത്ത ഭൂമി ഉറപ്പാക്കുന്നു. മനുഷ്യപക്ഷത്ത് നിന്നുള്ള വികസന മാതൃകയുമായി കേരളം മുന്നോട്ടു പോവുകയാണ്. സ്വന്തം മണ്ണിൽ വിത്തെറിയാനും വീട് വെക്കാനും നിയമപരമായ അധികാരം നൽകിക്കൊണ്ട് ഈ സർക്കാർ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു.